ഹായ് ഗൈസ്, SR ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് പഴയ കാലത്തുള്ള ഒരു കറിയാണ്. പരിപ്പ്, അതിന് മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കുവാണ്. മറ്റു വെളുത്തുള്ളി ജീരകം ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മാങ്ങായും തേങ്ങായും ഇത്രയും സാധനമേ ചേർക്കുന്നുള്ളൂ. നമുക്കിത് പിന്നെ അവസാനം ചുമന്ന മുളക് 2-3 ഇതുപോലെ ഒഴിച്ചത്, പിന്നെ കരിയാപ്പില, കടുക്, ഇത്രയും സാധനം മാത്രം, വേറെ ഒന്നുമില്ല. നമുക്കെന്നാൽ പരിപ്പ് കഴുകിയ അടുപ്പേ വെക്കാം. പരിപ്പ് നല്ലതായിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്ക് ഇനി ഗ്യാസിലോട്ട് വെക്കാം. ഈ ഗ്യാസ് ഓണാക്കുവാണ്. നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെക്കാമേ, ഇതങ്ങ് വേകട്ടെ. പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മാങ്ങയാണ്. നല്ലതായിട്ട് ഇത് വേകട്ടെ, പരിപ്പും മാങ്ങയും കൂടെ. പരിപ്പ് ഒരു 3/4 വേവായി കഴിഞ്ഞാൽ മാങ്ങ ഇടല്ലേ, പരിപ്പ് കല്ലിച്ച് പോകും. നമ്മൾ പരിപ്പ് കറി വെക്കുമ്പോൾ വെളുത്തുള്ളി, ജീരകം, ചുമന്നുള്ളി എല്ലാം ചേർക്കും. ഇതങ്ങനെ ചേർക്കാത്ത കറി. മാങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് ഇത് വേകട്ടെ. മാങ്ങ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഇനി ഇത് അടച്ച് വെച്ച് വേകട്ടെ. നമുക്കിത് വെന്തോന്ന് നോക്കാമേ. പരിപ്പിന് മാങ്ങയും എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് കത്തി വെക്കാം. പിന്നെ ഇതിൽ ചേരേണ്ടത് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വെന്ത പരിപ്പും മാങ്ങയുടെ കൂടെ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. സ്വല്പം ഉപ്പിട്ട് കൊടുക്കുകയാണേ. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് തിളക്കട്ടെ. ഗ്യാസ് ഓണാക്കാം. അടച്ച് വെക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പരിപ്പും മാങ്ങയും വെന്ത് അരപ്പും ഒക്കെ ചേർത്തെല്ലാം ശരിയായിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. പാത്രം ചൂടാകട്ടെ. നമുക്ക് എന്നിട്ട് കടുക് പൊട്ടിക്കാം. പാത്രം ചൂടായിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ചുവന്നുള്ളി, ഇളക്കി കൊടുക്കുന്നുണ്ട്. ചുവന്നമുളകും കരിയാപ്പില ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളിയും മൂത്ത് മുളകും ഉണ്ട്. നമുക്കത് ഗ്യാസ് നിർത്തുവാണ്. നമുക്ക് ഈ വെന്ത കറിയിലോട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം.
ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. സൂപ്പറാണ്. എല്ലാവരും ഇത് വെച്ച് നോക്കണം, വെച്ച് കഴിച്ച് നോക്കണം. സൂപ്പർ കറിയാണ്.